PDP മനുഷ്യാവകാശ റാലിയും സമ്മേളനവും ഡിസംബർ 10-ന് നരിപ്പറമ്പിൽ നടക്കും. ലോക മനുഷ്യാവകാശ ദിനമായ ഡിസംബർ 10-ന് PDP മനുഷ്യാവകാശ റാലിയും സമ്മേളനവും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനും മാധ്യമ നിരൂപകനുമായിരുന്ന ഭാസുരേന്ദ്ര ബാബു നഗറിൽ നടക്കും. നരിപ്പറമ്പിൽ നടക്കുന്ന സമ്മേളനത്തിൽ KT ജലീൽ MLA, TK ഹംസ, ex-MP CK അബ്ദുൾ അസീസ്, ശശി പൂവഞ്ചിന, ഇബ്രാഹിം തിരൂരങ്ങാടി, സുബൈർ വെട്ടിയാനിക്കൽ, EV അനീഷ്, ആസിഫ് തണ്ടിലം, ഷബീബ് പുതുപ്പള്ളി, സക്കീർ പരപ്പനങ്ങാടി, ഹുസൈൻ കാടമ്പുഴ, സലാം മുന്നിയൂർ, ഷാഹിർ മൊറയൂർ, ഹബീബ് കാവന്നൂർ തുടങ്ങിയവർ പങ്കെടുക്കും. ലോകത്തൊട്ടാകെ ഈ ദിനത്തിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും മനുഷ്യാവകാശത്തിനു വേണ്ടി ഇടപെടേണ്ട സംവിധാനങ്ങൾ നോക്കുകുത്തികളായി മനുഷ്യാവകാശ ദിനങ്ങളെ ആചാരമാക്കി മാറ്റുകയാണ് ചെയ്യുന്നതെന്ന് PDP കുറ്റപ്പെടുത്തി. ആണ്ടുതോറും നടന്നു വരുന്നൊരു ചടങ്ങ് മാത്രമായി മനുഷ്യാവകാശ ദിനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ലോക മനുഷ്യാവകാശ ദിനമെന്ന 76-ാം വാർഷികത്തിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിലും രാജ്യത്തും ലോകാടിസ്ഥാനത്തിൽ പരിശോധിച്ചാലും വലിയ പ്രതിസന്ധികൾ മനുഷ്യാവകാശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഫലസ്തീനിൽ ഇസ്രായേൽ കാട്ടിക്കൂട്ടുന്ന നെറുകേടുകൾ ഐക്യരാഷ്ട്രസഭയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് കഴിഞ്ഞൊരു വർഷത്തിലധികമായി നീണ്ടു നിൽക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾ ദിനേന നടന്നുകൊണ്ടിരിക്കുമ്പോഴും കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടിടങ്ങളിൽ ഉണ്ടാവുന്നില്ല എന്നത് പ്രതിഷേധമാണ്. ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തുടർച്ചയായ നീതിനിഷേധങ്ങളും മനുഷ്യാവകാശങ്ങളും തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് മനുഷ്യർ സാമൂഹികമായി അധസ്ഥിതത്വം അനുഭവിക്കുകയും പട്ടിണിയിലും ദുരിതത്തിലും കഴിയുകയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയ വക്താക്കളുടെ ക്രൂരതയാർന്ന ചെയ്തികളാൽ അരക്ഷിതാവസ്ഥയിൽ കഴിയുകയും ചെയ്യുമ്പോൾ അവരുടെ പ്രശ്നങ്ങളിൽ ആശങ്കപ്പെടാൻ പോലും കഴിയാത്ത സംവിധാനങ്ങളുടെ സ്വാതന്ത്ര്യ, സമത്വ, നീതി പ്രഖ്യാപനങ്ങൾ വെറും വാക്കുകളാവുകയാണ്. മണിപ്പൂരിലും ആസമിലും UPയിലും ഉൾപ്പെടെ ആയിരക്കണക്കിന് മനുഷ്യർ വേട്ടയാടപ്പെടുകയും 10,000-കണക്കിന് പേർ പിറന്ന മണ്ണിൽ ജീവിക്കാൻ കഴിയാതെ ആട്ടിപ്പായിപ്പിക്കപ്പെട്ട് അഭയാർത്ഥികളാക്കപ്പെട്ട കാലത്താണ് മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നതെന്ന് PDP നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷംലിക് കടകശ്ശേരി, തവനൂർ മണ്ഡലം സെക്രട്ടറി സലാം അത്തളൂർ, പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് ഇസ്മയിൽ പുതുപ്പൊന്നാനി, സംസ്ഥാന കൗൺസിൽ അംഗം യൂസഫ് എടപ്പാൾ, തവനൂർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി TV മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. NCV ന്യൂസ്, തവനൂർ. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.